ശരിക്കും റിയൽ ലൈഫിൽ മേടിക്കാൻ പറ്റാത്ത മോഡൽസ് ഒക്കെയാണ് നമ്മൾ സ്കെയിൽ മോഡലായിട്ട് മേടിച്ച് ആ ഒരു ആഗ്രഹം തീർക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഒരു സ്വപ്നം, ഡ്രീം കാറുണ്ട്. ബെൻസിന്റെ S600 എന്ന് പറയും. ഇതിന് ഏകദേശം ഒരു 90,000 രൂപ വിലയുണ്ട്. എൻ്റെ പ്രൊഫഷൻ സിനിമാറ്റോഗ്രഫിയാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവാണിത്. നമ്മൾ ഇതൊക്കെ കാണുമ്പം വെറും ടോയ്സ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് ചിലരുടെ പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു വൻ ശേഖരമാണ് ഈ കാണുന്നത്. നമസ്കാരം, വിലോസിറ്റിയിലേക്ക് സ്വാഗതം. ഈ ഈവൻറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരള ഡൈകാസ്റ്റ് ക്രൂ എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാർ കളക്ടേഴ്സിൻ്റെ ക്ലബ്ബാണ്. കേരള ഡൈകാസ്റ്റ് ക്ലബ് നടത്തുന്ന സെക്കൻഡ് ഇവൻ്റാണിത്. ഇത് എൻ്റെ വെന്യൂ ഓൺ റോഡ് ബോഡി ഷോപ്പ് അമ്പാട്ടുകാവാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി KDCക്കകത്തുള്ള കുറച്ച് മെമ്പേഴ്സാണ്. ഞങ്ങൾ 2014 തൊട്ട് ഈ ഹോബിയിലുണ്ട്. അപ്പം ഞങ്ങൾ അന്നൊക്കെ തൊട്ടുള്ള റിലേഷൻഷിപ്പാണ് ബേസിക്കലി. ഇത് ഒരു ജസ്റ്റ് ഒരു ഗ്യാതറിങ് എന്നുള്ളതിനേക്കാൾ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. ഹായ്, എൻ്റെ പ്രൊഫഷൻ സിനിമാറ്റോഗ്രഫിയാണ്. അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു മീറ്റപ്പ് 2.0 പോയെ സംബന്ധിച്ച് നടന്ന ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റായി മിനി GTയുടെ ഒരു മോഡലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫെലോ KDCians, ഇതിപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള മിനി GTയുടെ റേസ് കാർ ഇത് വിൻ ചെയ്തേക്കുന്നത് ചാക്സൺ ആണ്. ചാക്സണിൻ്റെ ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്. എല്ലാവരും പോയി ആ ഫോട്ടോ കാണുക, തംസപ്പ് കൊടുക്കുക, ലവ് അടിക്കുക. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ബിനു സാറിനെ ക്ഷണിക്കുകയാണ്. സർ, ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് റിമോട്ട് കൺട്രോൾ കാർസിൻ്റെ ഒരു സെക്ഷനാണ്. ഞാൻ കളക്ഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 14 വർഷമായി. ഞാൻ 2010 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പോർഷയുടെ 911 GT3 RS ആണ്. ബുറാഗോ മേക്കിൽ വരുന്നത്. 1/18 സ്കെയിൽ തന്നെയാണ്. ബാക്ക് ഓപ്പണബിൾ ആണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഹുഡ് ഓപ്പണബിൾ ആണ്. ഡോർസ് ഓപ്പൺ ചെയ്യാം. സ്റ്റിയറബിൾ വീൽസ് ഉണ്ട്. ഇത് ആക്ച്വലി പോർഷൻ 911 GT3 RSന്റെ തന്നെ ഒരു സ്പെഷ്യൽ വെർഷൻ RS 4.0 എന്ന് പറഞ്ഞ വെർഷനാണ്. ഹമ്മർ H1 ഇനിഷ്യലി US ആർമിക്ക് വേണ്ടി മാത്രം മാനുഫാക്ചർ ചെയ്തിരുന്ന ഒരു വെഹിക്കിളാണ്. ലേറ്റർ ഓൺ അതിൻ്റെ ഒരു സിവിലിയൻ വേർഷനാണ് നമ്മൾ ഈ കാണുന്നത്. 300 SEL was one of the best race cars known from its time. Very iconic. AMG was not a part of Mercedes-Benz. The boys from Affalterbach, they did they just shoehorned a V8 engine into it and took it racing. Nothing is that raw. The thoughts were raw. The drivers were skilled. They didn't have electronics to nanny them around. So yeah, it will always remain iconic as far as Mercedes is concerned. ഇതിപ്പോൾ നമ്മുടെ 1/10 സ്കെയിൽ ട്രാക്സിസ് ബ്രാൻഡിൻ്റെ ഡിഫൻഡറാണ്. ഇത് പക്ക ഓഫ് റോഡ് വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 4x4 ആണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് നമ്മൾ അപ്ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീൽസ് നമ്മൾ ചെയ്തേക്കണതാണ്. അതുകൊണ്ട് തന്നെ മേളുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണതാണ്. നല്ല ടോർക്കും ലോഡും കഴിക്കും. എൻ്റെ മോളെയൊക്കെ കയറ്റിയിരുത്തിട്ട് ഞാനിത് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള മോഡൽസിനകത്ത് സ്കെയിൽ മോഡൽ കാർസിലെറ്റ് വൺ ഓഫ് ദി വലിയ സ്കെയിൽ ഈ കാർ ഇപ്പോൾ ആസ് ഓഫ് നൗ ഇരിക്കുന്നത്. ഇതൊക്കെ 1:12 എന്ന് പറയും. ഇത് സലീൻ S7 എന്ന് പറഞ്ഞൊരു മോഡൽ. ആക്ച്വലി ഭയങ്കര റെയർ ആയിട്ട് വേൾഡിൽ കുറച്ച് നമ്പേഴ്സ് ഉള്ള ഒരു കാറാണ് സലീൻ S7. അത് SLS McLaren. Ferrari F40 of course എല്ലാവർക്കും iconic ആണ്. ഒന്ന് second thing is it was the last car that Enzo Ferrari himself signed off, and carbon fiber body V8 2.8 liter V8, impossible to I don't think so even Ferrari would accept it that they've bettered the performance of a Ferrari with any other ones now. So yes, it will always be iconic. One of the few Ferraris that globally everyone likes. There's nobody who hated it at all. Nobody said it was a bad car. But it doesn't even have air conditioning. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്വപ്നം, ഡ്രീം കാറുണ്ട്. അപ്പോൾ എൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
നമ്മൾ സ്വന്തമായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹിച്ച ഒരു വണ്ടി എടുക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാനൊരു ഒരു കാർ മേടിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ആ ഒരു എനിക്കൊന്ന് എൻ്റെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ അപ്പോൾ എന്നും ആ ഒരു കാർ സ്വപ്നം കാണും, ഈ വണ്ടിയുടെ ഒരു റിയൽ വേർഷൻ ഞാൻ ഒരിക്കലും മേടിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടി സ്വപ്നം കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറിജിനൽ വണ്ടി എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വണ്ടി എടുത്തു. പിന്നീട് വണ്ടികൾ ഓരോന്നായി കൂടിക്കൊണ്ടിരുന്നു. ഏതായിരുന്നു ആ വണ്ടി? അത് ഓഡിയുടെ ടി കൂപ്പേ ഫസ്റ്റ് ഇവിടെ ഇന്ത്യയിൽ. എല്ലാം ഇലക്ട്രിക്കൽ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. പെട്രോൾ ഉണ്ട്, പിന്നെ നൈട്രോ എന്നും പറഞ്ഞൊരു ഫ്യൂൽ വെച്ച് കൊടുക്കുന്ന സാധനമുണ്ട്. അതൊക്കെ എന്ത് സ്പീഡിൽ പോകുന്നതാണ്? നമുക്ക് ഡിപ്പെൻസ് ആണ്. നമുക്ക് ആർസിക്കകത്ത് ഈ ഹോബി ഗ്രേഡ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്രത്തോളം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നോ ചെയ്യാൻ പറ്റും. ഇത് ലോസിയുടെ LMT എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത്. ആക്ച്വലി ഇത് പക്ക പേറ്റന്റഡ് വെർഷൻ ആണ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ്, ഓൾമോസ്റ്റ് ഒരു 1 lakhോളം ചെലവായി ഈ ഒരു വണ്ടി. ഈ ഒരു വണ്ടി നാട്ടി വന്നപ്പോ മനസ്സിലായി. ഇത് സ്റ്റണ്ട് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മളാ യഥാർത്ഥ നമ്മള് കണ്ടിട്ടില്ലേ മോൺസ്റ്റർ ട്രക്ക് ഓടുന്നത്, അതേ സെയിം പോലെ ഈ വണ്ടി ഓടും. ഈവൻ അതിന്റെ സസ്പെൻഷൻ ആയാലും അതിന്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥ മോൺസ്റ്റർ ട്രക്ക് പോലെ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. ഡിഫറൻഷ്യൽസ് ഉണ്ട്, അതുപോലെ മെയിൻ ഗിയർ ബോക്സ് ഉണ്ട്, സെൻട്രൽ ഒരു ഗിയർ ബോക്സ് ഉണ്ട്, അതിൽ നിന്ന് ഡിവൈഡ് ചെയ്താണ് പോകുന്നത്. പിന്നെ അതിന്റെ സിസ്റ്റം, അതിന്റെ ഇപ്പൊ ഈവൻ അതിന്റെ സ്റ്റിയറിംഗ് സിസ്റ്റം എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ട്രാൻസ്ഫർ കേസ് ആയിരിക്കും അതെ, ട്രാൻസ്ഫർ കേസ് ആണ് അതിന്റെ മിഡിലുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യം എത്ര ഹൈറ്റിൽ നിന്ന് വേണമെങ്കിലും ഇടാം, ഒന്നും പറ്റത്തില്ല. GMC Vandura, this is from the movie A-Team cinema Aryan series back in the early 80s. Vandura is more used in the series, then came the movie. Then you have the iconic BMW M3 E30, the Mercedes-Benz 500 SEL AMG, the E38 BMW 7 Series, the Mark II Jaguar 3.8. Again, this E30 is by AC Schneider. This E30 is by Alpina. Then another Datsun 2000 Fairlady. This is the first Fairlady. Then comes the KPGC 10, which is the Hakosuka. ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കൈലൈൻ്റെ ഒരു ടൈം ലൈൻ കാണാം. ഇവിടെ സ്കൈലൈൻ സീരീസിൽ ഇവിടെ ഫസ്റ്റ് മോഡല് GTRൽ ഹാക്കോസോക്ക എന്ന് പറഞ്ഞ മോഡല്, അതിൻ്റെ അപ്പുറത്ത് കെൻമേരി ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗോഡ്സില എന്ന് വിളിക്കുന്ന R32, അതിൻ്റെ അപ്പുറത്ത് R33, പിന്നെ എല്ലാവരും ഫേവറേറ്റ് R34 ഉണ്ട്. പിന്നെ ലോങ്സ്റ്റ് പ്രൊഡക്ഷൻ സ്കൈലൈൻ എന്ന് പറയാവുന്ന നിസാൻ GTR ആണ്. ആക്ച്വലി ഇവിടെ GTRന്റെ 180 മോഡൽ ഇരിക്കും. നമ്മൾ ബിനിച്ചേട്ടൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണാം. അപ്പം ചേട്ടൻ എന്താ ചേട്ടാ പറയാനുള്ളത്? ഗ്രൂപ്പിലായിട്ട്, പക്ഷേ വർഷം ഓർക്കുന്നില്ല, കുറേ നാളായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഗ്രൂപ്പിലായതാ. ഇത് ഇന്ത്യയിൽ ഇറങ്ങിയ വിശാൽ എന്ന് പറഞ്ഞ പൂനെയിൽ സ്കെയിൽ ആർട്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇതിപ്പോൾ ഹോട്ട് വീൽസിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന മക്ലാരൻ F1 മോഡലാണ്. നമുക്ക് പറയാം ഒരു റെഡ് കളറിലെ മക്ലാരൻ F1 ഇപ്പോൾ നല്ല രീതിയിൽ ട്രെൻഡ് ആയിട്ടുണ്ട്. ഇത് മക്ലാരൻ F1ന്റെ 180 മോഡലാണ്. മക്ലാരൻ F1 എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് ഫാസ്റ്റസ്റ്റ് കാർ പ്രൊഡക്ഷൻ കാറിലുള്ള റെക്കോർഡ് കിട്ടുന്ന കാറാണ്. 1992 തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏർലി 2000 വരെ ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷൻ കാറായിരുന്നു. ഇതൊരു ഡ്രൈവർ ഓറിയന്റഡ് കാറാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, സെൻട്രൽ സ്റ്റിയറിംഗിലാണ് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് പാസഞ്ചർ സൈഡ് വരുന്നത്. ഇത് അതിൻ്റെ കോമ്പറ്റീഷൻ വെർഷനാണ്, വെച്ചാൽ ലീമാൻ സ്പിന്നിങ് വെർഷനാണ്. ഇത് ആക്ച്വലി ഈ 33 എന്ന കാറ് ഉണ്ടാവാൻ കാരണം ഇതിൽ ബെലിം എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവർ ഉണ്ട്. ആക്ച്വലി പുള്ളിക്ക് 24 hour ലീമാൻസിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാറ് അവർ ഷാസി നമ്പർ 24R എന്ന് പറഞ്ഞ ഷാസി കൊടുത്തിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. The Yamaha VMAX is the first generation Yamaha VMAX. It's a V4 1200cc. അന്നത്തെ കാലത്തെ ഡൺലപ്പ് മാത്രമേ ഇവർക്ക് ടയർ ഉണ്ടാക്കുള്ളൂ. ബിക്കോസ് അതിൻ്റെ റിയർ ടയർ ഹാഡ് സോ മച്ച് ഓഫ് ടോർക്ക് കമ്മിങ് ഇൻ ദാറ്റ് invariably you'd burn out naturally. So only
Dunlop used to make tires this size specifically for the Yamaha VMAX. ഇത് നമ്മൾ ഇത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഓസ്റ്റർ ഹോബീസിൻ്റെ 1:10 സ്കെയിൽ ക്രോളറിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ആണോ? ഇത് മെറ്റൽ അല്ല, PVC റിജിഡ് ഷീറ്റ്. ഓക്കെ ഓക്കെ. അതിൻ്റെ നാക്കിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബോഡി, ഇന്റീരിയർ, ഇനി റൂഫ്, അങ്ങനെ അതെല്ലാം നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോം മാത്രമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, കംപ്ലീറ്റ് ബിൽഡാണ്. പിന്നെ ഇതിൻ്റെ ഇതിൽ വരുന്ന ഇതെല്ലാം വർക്കിംഗ് ആണ്. വിഞ്ച് വർക്കിംഗ് ആണ്. ബാക്കിലും വിഞ്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഈ റൂഫ് നമുക്കിങ്ങനെ തുറക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ജാക്ക് പോലെ വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഇതെല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്, ഈ ജാക്ക് ഇതെല്ലാം. ഓക്കെ ഓക്കെ. ഓ ശരി. ഓക്കെ. ഇത് അങ്ങനെ ഈ RC റേസസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പോകാറുണ്ടോ? ഉണ്ടല്ലേ? The Tata Nano, of course, like this one is made by a company called Norev. Norev is a brand and manufacturer. It is available off the shelf. Most of the retailers used to sell the model. Apparently, after passing away of Mr. Ratan Tata, the price of this particular model has variably increased a lot by multifold. ഞാനൊരു 2000 മുതൽ കളക്ട് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 400+ മോഡൽസ് എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ 1:18 1:43 സ്കെയിൽസ് മാത്രമേ കളക്ട് ചെയ്യാറുള്ളൂ. ഇത് ബെൻസിൻ്റെ 1:18 S63 AMG. ഇത് 1:60 സ്കെയിലാണ്. ഇത് ഫുള്ളി ഹാൻഡ് മെയ്ഡാണ്, വർക്കിംഗ് മോഡലാണ്. പിന്നെ ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് PVC കേസിംഗ് ക്യാപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ചെറിയ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ഫങ്ഷണൽ വർക്കിംഗ് മോഡൽ എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് റിമോട്ട് ഉണ്ട് കേട്ടോ. ഇതും ഒരു ഹാൻഡ് മെയ്ഡ് റിമോട്ട് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ലുക്ക് ഉള്ളത്. ഇതും വർക്കിംഗ് ആണ്. പിന്നെ 4 വീൽ ഡ്രൈവ് ആണ്. 4 വീൽ ഡ്രൈവ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ട്രാൻസ്ഫർ കേസും അതെല്ലാം ഹാൻഡ് മെയ്ഡ്. ഇതിലുള്ള ഫുൾ സാധനം ഹാൻഡ് മെയ്ഡാണ്. നമ്മൾ ശരിക്കും ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ വിവേക് ജി അറിയാം, പക്ഷെ ഒരു സ്കെയിൽ മോഡൽ കളക്ടർ എന്നുള്ള രീതിയിൽ അറിയാൻ പാടില്ല. ഒന്ന് പറയാമോ? കുറച്ച് കളക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ ഒരു 1:18 കൂടുതലും കളക്ട് ചെയ്യുന്നത്. പണ്ട് തുടങ്ങിയതാണ്. പിന്നെ ഇഷ്ടം തോന്നുന്ന മോഡൽസ്, അതുപോലെ ശരിക്കും റിയൽ ലൈഫിൽ മേടിക്കാൻ പറ്റാത്ത മോഡൽസ് ഒക്കെയാണ് നമ്മൾ സ്കെയിൽ മോഡലായിട്ട് മേടിച്ച് ആ ഒരു ആഗ്രഹം തീർക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ശരിക്കും ഈ സ്കെയിൽ മോഡൽസിനോടാണോ താല്പര്യം, RC-യോടാണോ താല്പര്യം? സ്കെയിൽ മോഡൽസ് ആണ്. RC അങ്ങനെ പൊതുവെ ഉപയോഗിക്കാറില്ല. 1:18 ആണോ കൂടുതൽ ഒരു പ്രിഫറൻസ്? അതാണ് അല്ലേ? പണ്ട് ഏർലി തുടങ്ങിയത് ഒരു 1:24 ഓവർ ഡ്രൈവിന്റെ ഒരു പണ്ടൊരു സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ഒരു 993 ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയത് ഗ്രാൻഡ് ഫാദറെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് എനിക്ക്. ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ഉണ്ട്, അത് കയ്യിലുണ്ട്. ഓക്കെ. ഇപ്പൊ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ഏതാ ഫസ്റ്റ് സ്കെയിൽ മോഡൽ ഏതാണ്? 1:18 ഒരു 2000 മറ്റേ 8 ഞാൻ വാങ്ങിക്കുന്നു. ഓട്ടോ എക്സ്പോക്ക് പോയപ്പോൾ ഒരു മ്യൂസിലാക്കോ വാങ്ങിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ 1:18. പിന്നെ അതിനുശേഷം പിന്നെ പലതായിട്ട് മേടിച്ച് അങ്ങനെ അങ്ങനെ കൂടിപ്പോയി. ഏകദേശം ഇപ്പൊ എത്ര ഉണ്ടാവും? 100-120 ഉണ്ട് തോന്നുന്നു. വണ്ടർഫുൾ. മര്യാദയ്ക്ക് അങ്ങനെ വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല, അല്ലെങ്കിൽ അത്ര ഡിസ്പ്ലേ ഇല്ല. പിന്നെ ക്വയറ്റ് കളക്ടറാണ്, കൂടുതൽ അധികം വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പം നമുക്കറിയാം ജാഗ്വാറിൻ്റെ ഒരു റീബ്രാൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആക്ച്വൽ വാട്ട് ഈസ് ജാഗ്വാർ എന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇത് ജാഗ്വാറിൻ്റെ XJ12 എന്നുള്ള മോഡലാണ്. അതിൻ്റെ റേസിംഗ് വെർഷനാണ്. TWR സീരീസിൻ്റെ TWRൻ്റെ ഈ ഒരു ലിവറി വരുന്നത്. സൈഡിൽ ജാഗ്വാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു നമുക്കിപ്പോൾ അറിയാവുന്ന ഐക്കോണിക് ജാഗ്വാർ ലോഗോ കൂടെ കാണാം. അതേപോലെ തന്നെ ബാക്കിൽ ജാഗ്വാർ S എന്നുള്ളതുണ്ട്. ഇതിൻ്റെ ആക്ച്വലി ഡോർസ് മാത്രം ഓപ്പൺ ചെയ്ത് ഇത്തിരി ഡിഫിക്കൽട്ടാണ് തുറക്കാനാണ്, ഞാൻ തുറന്ന് കാണിക്കുന്നില്ല.
ശരിക്കും ഇവിടെ ഉള്ള മെമ്പേഴ്സ് എല്ലാം ഭയങ്കര പാഷനേറ്റാണ്. ശരിക്കും നമ്മൾ ഈ വണ്ടിപ്രാന്തന്മാരെന്ന് പറയുന്നത് പോലെ തന്നെ അത്രയും ഒരു ക്രേസ് ആണ് ഈ സ്കെയിൽ മോഡൽസിനോട്. ഇത് ഓരോ വാഹനങ്ങളും ഇവിടെ കണ്ട ഇത് RC വെഹിക്കിൾസ് ആണ്. ഓരോ വാഹനങ്ങളും നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തതാണ്. വളരെ എക്സ്പെൻസീവ് ആണ്. ഇങ്ങനെ ഒരു പാഷൻ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.